അമ്മേ പെട്ടെന്ന് നമുക്ക് കഴിക്കാം. ഇല്ല അച്ഛനും കൂടി കൊടുക്കട്ടെ ഈ ദോശയും കൂടി, എന്നിട്ട് ഞാൻ ആക്കിയിട്ട് വരാം. എടി നമുക്കേ അടുത്ത ലോങ് വീക്കെൻഡിന് നമുക്ക് കാലിഫോർണിയക്ക് പോയാലോ? നമുക്ക് പോവാം. കാരണം എന്താണെന്നറിയോ, അത് കഴിഞ്ഞ എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പൊ അവൻ വരുമ്പോ അവന്റെ കൂടെ കുറെ കറങ്ങാനൊക്കെ ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഈ ലോങ് വീക്കെൻഡിൽ നമുക്ക് ഫാമിലി ആയിട്ട് പോയി വരാം. ഹലോ. എടാ നിന്റെ കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാം സെറ്റാണ്, നീ കയറി പോരെ. പിന്നെ നമ്മളിവിടെ നീ വന്നു കഴിഞ്ഞാലുള്ള ട്രിപ്പ് എല്ലാം കംപ്ലീറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഓൾ റൈറ്റ്. അവനെ വിളിച്ചേ, അവൻ വരുന്നുണ്ട്. എന്റെ ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഫ്രണ്ടാണ്. അവനെ നമുക്ക് മൊത്തം US ഒക്കെ ഒന്ന് കറക്കണം കേട്ടോ. നിനക്ക് ലീവില്ലേ? സ്കൂളൊന്നുമില്ലല്ലോ. ഓക്കെ എന്നാ നമുക്ക് പോവാം. റെഡിയാക്കാം, പെട്ടിയെല്ലാം റെഡിയാക്കാം. നമുക്ക് മാക്സിമം കിട്ടാലോ. ബാക്കിയെല്ലാം ഇനി ഹോട്ടലിൽ ചെന്ന് സെറ്റ് ചെയ്തിട്ട് സംസാരിക്കാം. LA ഹോട്ടൽ ട്രംപിന്റെ പുതിയ ന്യൂസ് നമ്മുടെ വിസയ്ക്ക് പ്രശ്നമാവുന്ന തോന്നുന്നു കേട്ടോ. അത് ശരി, ഇവിടെ ജോലിയില്ല, കൂലിയില്ലാതെ ഒരു വീട് പോലും മേടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. എന്റെ ഓഫീസിലാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഒടുക്കത്തെ ലേ ഓഫ് ആയിരുന്നു. നമ്മുടെ കാര്യം മിക്കവാറും കട്ടപ്പോകയാവുന്ന തോന്നുന്നു. ഓരോ ദിവസം ഓരോ ഇതും കൊണ്ട് വരും. എന്തൊരു കഷ്ടമാണ്. അവൻ പിന്നെ വിളിക്കുന്നുണ്ട് എന്റെ ഫ്രണ്ട്. ഹലോ. നീ പോന്നോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നീ വന്നാ മതി. അഡ്രസ്സൊക്കെ ഞാൻ തന്നിട്ടുണ്ടല്ലോ. അവൻ വരുന്നുണ്ട്. അവനോടൊന്നും ഇപ്പൊ ഒന്നും പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല. നമുക്കിനി പോവാ വീട്ടിലേക്ക് തന്നെ. ഇനി എല്ലാം കാണാനൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും ഒരു മൂടില്ല. പോവാ മതി. നമുക്ക് പിന്നെ പ്രാവശ്യം വരാം. ഇത് തിരിച്ച് ന്യൂജേഴ്സിയിലെ വീട്. പറയണ്ട, നീ പുതിയ ന്യൂസ് ഒന്നും കേട്ടില്ലേ? എല്ലാ ദിവസവും ഇറങ്ങുന്നുള്ളൂ ഓരോന്നോരോന്ന് വാർത്തകൾ. നിങ്ങളെ എന്റെ വിസയ്ക്കൊക്കെ പ്രശ്നമാണെന്ന്. ഞാൻ ഗ്രീൻ കാർഡെങ്കിലും 5-8 വർഷമായത്, പക്ഷെ ഇതുവരെ ഗ്രീൻ കാർഡ് ഒന്നും ആയിട്ടില്ല. ഗ്രീൻ കാർഡ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ കുഴി പോകുന്ന അങ്ങനെയൊന്നും ഇല്ലടാ. 70 വർഷമൊക്കെയാണ് വെയിറ്റിംഗ്. നമ്മള് സിറ്റിസൺസ് ആയിട്ട് വർഷങ്ങളായി. പീറ്ററിനെ നമ്മളെ ഹെൽപ്പ് ചെയ്താണ്. അത് കർശനെ നമുക്ക് ഷെമീനെ ഒന്നുകൂടെ ഒന്ന് കെട്ടിച്ചാലോ? സിറ്റിസൺഷിപ്പ് വേണോ? അയ്യോ വേണം. മോനാണെങ്കിൽ ഇവിടെ ജനിച്ചത്, ഇനി തിരിച്ച് നാട്ടിൽ പോയി എന്തൊരു കഷ്ടം. ഇതിനൊക്കെ ഇച്ചിരി ഒന്ന് കണ്ണടച്ചാൽ മതി. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് അതേപടി ചെയ്യണം, ഒരു മാറ്റം ഉണ്ടാകരുത്. പിന്നെ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട് ഇതിന്. അത് ഞാൻ വഴിയെ പറയാം. അതിനെപ്പറ്റി പറയണ്ട. പൈസ അല്ലല്ലോ ഇവിടെ. പൈസ ഒക്കെ ഞാൻ റെഡിയാക്കിക്കോളാം. നീ എങ്ങനെയെങ്കിലും ഗ്രീൻ കാർഡ് അത് തരും. അത് ഗ്യാരണ്ടി. വഴികൾ പറഞ്ഞു തരാം. എഴുതി വെക്കാതെ. സംശയമുണ്ട് പിന്നെ വിളിച്ചു വരും. നിങ്ങൾ ആദ്യം നമുക്കൊരു ചെന്നൊരു കാപ്പി ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചാക്കാമല്ലോ. ഇത് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. നമ്മൾ കണ്ടുവച്ചിരിക്കുന്ന ഒരാളെ കൂടെ പിടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്.
നീ ഒന്ന് നിന്റെ അച്ഛനോട് പോയി ചോദിക്കും. എപ്പോ നോക്കിയാലും ഫോണിൽ കാണുന്നു. അപ്പൊ എന്തോ പറ്റി? ആരോ ഞാനിവിടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി അമ്മയ്ക്ക് എന്തോ പറ്റി? എനിക്കറിയില്ല. ഇത് എപ്പോ നോക്കിയാലും ഈ ഫോൺ ആരോ ഫോണും ചെയ്തിട്ടുണ്ട്. ഷെമിയുടെ ഫ്രണ്ടാണ്, ഷാജു ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് തിരിച്ചു വിളിക്കട്ടെ, എന്തിനാണാവോ. എത്തിയോ? എപ്പോ നോക്കിയാലും ഒരു ഫോണും നമ്മുടെ വീടിന്റെ അവസ്ഥയെ ഒരു വല്ലാത്ത. ഇതാ ഫ്രണ്ട് നല്ല ഫ്രണ്ടാണ്, നല്ല പണിയാ ചെയ്തത്. എന്നെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇവിടെ അമേരിക്ക മുഴുവൻ കറക്കാന്ന് പറഞ്ഞ്, എന്നിട്ട് ഞാൻ ഈ കറുമ്പന്മാരുടെ ടാക്സി വിളിച്ച് ഇവിടെ വന്ന് കഷ്ടപ്പെട്ടിട്ട് എന്ത് പ്രശ്നമാണ്? ഇങ്ങനെയാണോ നമ്മുടെ സൗഹൃദം? എന്താണ് എനിക്ക് ഇത്ര പ്രശ്നം? എന്റെ ഇവിടെ മൊത്തം ജീവിതം പ്രശ്നത്തിലാണ്, വിസയുടെ കാര്യം പ്രശ്നത്തിലാണ്, എന്റെ ഇവിടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാണ്. ഞാൻ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഷൂട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ കോമഡികൾ ആലോചിച്ച് ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് അറിയാവുന്നതല്ല, നിനക്ക് പറഞ്ഞാൽ എന്താ? ഈ വീട്ടിലത്തെ അവസ്ഥ പറയാത്ത ഭേദം ഷാജു ബാഗിൽ വെക്കും. ഞാൻ ചായ എനിക്ക് ബാഗല്ല പ്രശ്നം. എന്താണ് ഇങ്ങനെയല്ല ഈ ഫാമിലി? ഞാൻ കണ്ട ഏറ്റവും നല്ല സന്തോഷകരമായ ഫാമിലി ആയിരുന്നു. മോനെ നീ വാ. എന്താടാ പറ്റി? എന്താ ഇവിടെ പ്രശ്നം? പിന്നെ അപ്പ എപ്പോഴും ഫോണില്ല, ആരോട് മിണ്ടിക്കൊണ്ടിരിക്കും. എനിക്ക് അറിയത്തില്ല ആരാ. നീ വാ. എന്താണ് സ്വകാര്യമായി പറയാം, എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഷെമി ഒന്നിങ്ങോട്ട് വരും. നീ എന്റെ ഫ്രണ്ടാണ്, എന്നോട് സത്യം പറയണം. എന്താ അവിടെ നടക്കുന്നത്? എന്താ അവിടെ നടക്കുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും എന്റെ കുടുംബം ഒന്ന് എനിക്ക് വെച്ചിട്ട് മകൻ പറഞ്ഞത് സത്യമാണോ? എന്താണ് നിന്റെ പ്ലാൻ? അവൻ എന്താ പറഞ്ഞത്? നിനക്ക് എന്തോ ഒരു ക്രൂക്കറ്റ് പ്ലാൻ ഉണ്ടല്ലോ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്താണത്? എടാ അത് ക്രൂക്കടൊന്നുമില്ല. നമുക്ക് ഒരു 6 മാസത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത് കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് കിട്ടും. പിന്നെ നമ്മളെല്ലാം നിനക്ക് ദർശനമല്ലാതെ വേറെ സ്ത്രീയെ സങ്കല്പിക്കാൻ പറ്റുമോ നിനക്ക്? പിന്നെ വിചാരിക്കുന്ന പോലെ അല്ല. ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കണ്ട ഏറ്റവും നല്ല ഫാമിലിയായിട്ട് സന്തോഷമുള്ള ഫാമിലിയാണ്. ഒന്ന് വരുമ്പോൾ ദർശനം സമാധാനമായിരിക്കും. നീ എത്ര വർഷമായി നാട്ടിൽ നിന്ന് വന്നിട്ട്? 8 വർഷമായി. നിനക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ എത്ര വർഷം എടുക്കും? 70 വർഷവും. ഈ 70 വർഷവും നീ സന്തോഷമില്ലാതെ ഇങ്ങനെ അടികൂടി മറ്റു സ്ത്രീയെ നോക്കി ചെയ്യാനാ? അതിനല്ലേ ഞാനൊരു കുറുക്ക് വഴി നോക്കുന്നത്. ഷെമി, നമ്മുടെ നാട് ഇന്നത്തെ പോലത്തെ പഴയ നാടൊന്നുമല്ല. വളരെ സമ്പൽ സമൃദ്ധമായ നാടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ചു പോകാൻ നാടുണ്ട്. പക്ഷേ നിങ്ങൾ നാട്ടിൽ തിരിച്ചു പോകണമെന്നല്ല പറയുന്നത്. ഇത്രയും കാലം നിന്ന് അവൻ 10-18 വർഷമായി. ഇനി കുറച്ച് കഴിഞ്ഞ് അവൻ മേജറാവും, അവനോടത്തെ സിറ്റിസണാണ്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പക്ഷെ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ എല്ലാ പ്രശ്നം എന്ന് പറഞ്ഞ് സന്തോഷമില്ലാതെ ജീവിക്കരുത്. എത്ര കാലം ഇങ്ങനെ സന്തോഷമില്ലാതെ ജീവിക്കും? ഇത് ശരിയല്ല. എന്താണ് ഷെമി, എന്താണ് പ്രശ്നം? എന്താ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ? ഇവരാണോ അത്? അല്ല, ഇത് ഇവര് എന്നെ സഹായിക്കാൻ നോക്കിയതാണ്. അത് നമുക്ക് ആ പരിപാടി വേണ്ട. മനസ്സമാധാനം നഷ്ടപ്പെട്ടു, മനസ്സിലായില്ല. ഞങ്ങൾ പഴയ പോലെ തന്നെ എങ്ങനെയെങ്കിലും ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പോയാൽ നല്ല സുഹൃത്തുക്കളായിട്ട് അവസരം മുതലാക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയൊന്നും പറയണ്ടേ. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത് അല്ലേ? നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. നിങ്ങളെല്ലാം മറന്ന് സന്തോഷമായി ജീവിക്കും. ഒന്ന് വരും, മകനെ വരും. ജയന്, നിങ്ങൾ പൂർണ്ണമായി സന്തോഷമായി ജീവിക്കും. ക്ലൈമാക്സ് എന്നിട്ട്